And moving on, I would like to call upon another special guest. Priya Taram. ഞാൻ പറഞ്ഞത് മറ്റാരുമല്ല, ഇന്ന് ഈ ഒരു എന്താ പറയാ തൃശ്ശൂരിന്റെ ഈ മാജിക് കിങ്സിന്റെ ടീം ഓണറായിട്ടും ബ്രാൻഡ് അംബാസിഡറായിട്ടും കൂടെ ഈ ടീമിന്റെ കൂടെ തൃശ്ശൂരിന്റെ കൂടെ ഉണ്ടാകാൻ പോകുന്നത് മറ്റാരുമല്ല നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ നിവിൻ പോളിയാണ്. Nimin Pauly to Trishul Magic FC right now. തൃശ്ശൂരിന്റെ റെസിഡന്റ് കൈയടി നമ്മുടെ നിവിന. നിവിൻ പുതിയ റോളാണ്. എനിക്ക് പണ്ട് നിവിൻ CC ക്രിക്കറ്റ് കളിച്ചറിയാം. ഇതിപ്പം ഫുട്ബോളിലേക്കാണ്, ടീം ഓണറാണ്. ഇതിപ്പം ലിസ്റ്റിന്റെ ടീമിന്റെ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു ചേഞ്ച്? കാരണം IPL-ലൊക്കെയാണ് നമ്മൾ നോർമലി ഷാറൂഖും അങ്ങനെ ഓരോ വലിയ വലിയ സ്റ്റാർസ് ഒക്കെ ബോളിവുഡില് സ്പോർട്സിലേക്ക് വരുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ തുടക്കമാവുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. സ്പോർട്സ് ചെറുപ്പം മുതലേ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. ഫുട്ബോൾ വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. ചെറുപ്പത്തിൽ എപ്പോഴും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഫുട്ബോൾ ബേസ് ചെയ്ത് സിനിമകൾ ചെയ്യണമെന്ന് തന്നെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ആക്ച്വലി ഈ സൂപ്പർ ലീഗിന്റെ ഈ കോൺസെപ്റ്റ് തന്നെ വളരെ നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. വേറൊന്നുമല്ല, ഇപ്പോഴത്തെ വളർന്നു വരുന്ന യുവാക്കൾ സ്പോർട്സിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വളരെ വലിയൊരു ഇനീഷ്യേറ്റീവാണ്. നമ്മുടെ പുതിയ ജനറേഷൻ നമുക്ക് അതിനൊരു അവസരം കുറെ നാളുകളായിട്ട് നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. ഫുട്ബോൾ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഏത് സ്പോർട്ടും ആയിക്കോട്ടെ, ഇതേപോലുള്ള ലീഗുകൾ വന്നാൽ ഒരുപാട് യുവാക്കളുടെ ഫോക്കസ് ടുവേർഡ്സ് സ്പോർട്ടിലേക്ക് മാറും. അത് എന്താ പറയുക, വേറെ രീതിയിലേക്ക് യുവാക്കൾ വഴിതെറ്റി പോകാതെ അവരൊരു നേർവഴിക്ക് നടത്താനായിട്ട് ഇതേപോലെ ലീഗുകൾ സ്പോർട്സ് നടത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു സ്പോർട്സിന്റെ ഭാഗമാണ്, ഇതേപോലെയുള്ള ലീഗുകളുടെ ഭാഗമാണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ വളരെ ലേറ്റ് ആയിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഡിസ്കറ്റ് ആയിട്ടുള്ള ഒരു ചർച്ചയിൽ വന്നത്. ഞാൻ ഓൾറെഡി എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് ജനറേഷനെ ഒരു എന്താണ് പറയുക, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇതേപോലുള്ള ലീഗുകളിൽ ഭാഗമാകാൻ സാധിക്കട്ടെ. ഇതൊരു ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. അതൊരു വിജയമാവട്ടെ. എല്ലാ ടീമുകൾക്കും ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്ലേയേഴ്സിനും ഭയങ്കര നല്ലൊരു എക്സ്പോഷറും ഉണ്ടാവട്ടെ. അതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് സുരേഷ് ഏട്ടനുള്ള ഒരു വേദി പങ്കെടുക്കുന്നത്. സിനിമയിൽ വന്നിട്ട് ഞാൻ സിനിമയ്ക്ക് വരുന്നതിനുള്ള ഒരുപാട് ആരാധനയോടെ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പൊ ഒരു വേദി സുരേഷ് ഏട്ടനോട് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോ തൃശ്ശൂർ മാജിക് എഫ്സിക്കും സൂപ്പർ ലീഗ് കേരള ടീം ഓണേഴ്സ് എല്ലാ പ്ലേയേഴ്സിനും ഇതൊരു നല്ലൊരു സീസൺ ആവട്ടെ. എല്ലാവർക്കും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടാവട്ടെ. ഇതൊരു വൻ വിജയമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഒരുമിച്ചാണ് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞു. നിങ്ങൾ ഒരുമിച്ചൊരു സിനിമ ഓടാൻ ചാൻസ് ഉണ്ടോ? സുരേഷ് ഇപ്പൊ പൊതുവെ സിനിമയ്ക്ക് എന്താ ചോദിക്കാൻ പറ്റും? ഇവര് ഒരുമിച്ചൊരു സിനിമയ്ക്ക് സ്കോപ്പ് അറിയാൻ ആവശ്യം, അത് കഴിഞ്ഞിട്ടാണ് പൈസ ആവശ്യം. അടുത്തായിട്ട് നമ്മൾ ഇവിടെ ഇതിന്റെ ഈ ടീമിന്റെ ജേഴ്സിയുടെ ലോഞ്ചിലേക്കാണ് പോകുന്നത്. സോ വി ആർ ഹാവിംഗ് ദ ഒഫീഷ്യൽ ലോഞ്ച് ഓഫ് ദ ടീം ജേഴ്സി. I request Mr. also to join here. Trishul Magic FCയുടെ ഒഫീഷ്യൽ ജേഴ്സിയുടെ ലോഞ്ച് ആണ്. സുരേഷ് ഏട്ടന് നിവിനും കൂടെ ചേർന്ന് they will officially launch. The official launch of the jersey, Super League Kerala Trishul Magic FC. The moment we have been waiting for. Trishul Magic FC there. Official jersey launch. What a moment. We're going to get paid in Trishul. Super League Kerala Trishul Magic FC. And now we have the whole team
The whole team coming. Thrissur FC there.